സോഷ്യൽ മീഡിയ ഞാനൊരു പ്രൈവറ്റ് സ്പേസ് ആയിട്ടാണ് കാണുന്നത്. യൂഷ്വലി ഞാൻ ഒരുപാട് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ മിക്കവാറും ഒക്കെ യാത്ര ചെയ്യുമ്പോഴുള്ള ഓർമ്മകൾ, അത് ചിത്രങ്ങളായിട്ടോ വീഡിയോസായിട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്ത് സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമായിട്ടാണ് ഞാനിപ്പോൾ ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും അങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഓഫീസ് ടൈം കഴിഞ്ഞതിന് ശേഷം വീക്കെൻഡുകളോ അല്ലെങ്കിൽ അവധി ദിവസങ്ങളോ ഒക്കെ തന്നെ ഈ യാത്രകൾക്കും ഇതിനു വേണ്ടിയിട്ടൊക്കെ കുറച്ച് മാറ്റി വെക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സ്പേസ് ആയിട്ട്, എൻ്റെ ഓർമ്മകൾക്കുള്ള ഒരു സ്പേസ് ആയിട്ട് അത് ഞാൻ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം തന്നെ എനിക്കൊന്ന് സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഒരു ഉപയോഗമുള്ളത് കൊണ്ട് തന്നെ ആളുകളും കൂടുതൽ കണക്റ്റ് ആകാനായിട്ട് സോഷ്യൽ മീഡിയ ഇപ്പോൾ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇവൻ പരാതികളും പരിഭവങ്ങളും ഒക്കെ ആണെങ്കിലും ഓഫീസ് റിലേറ്റഡ് സാധനങ്ങളാണെങ്കിലും സോഷ്യൽ മീഡിയയിലൂടെ ആളുകൾ അയക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ജനങ്ങളുമായിട്ട് കൂടുതൽ സംവദിക്കാനുള്ള ഒരു അവസരം കൂടിയായിട്ട് സോഷ്യൽ മീഡിയ മാറുന്നുണ്ട്. ഇപ്പോൾ പേഴ്സണൽ ഒരു സോഷ്യൽ മീഡിയ പോളിസി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സോഷ്യൽ മീഡിയ പോളിസി എനിക്ക് തോന്നുന്നു മറ്റുള്ളവരെ ശല്യപ്പെടുത്താത്ത രീതിയിൽ നമുക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുകയാണെങ്കിൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. അതായത് ഇപ്പോൾ നമുക്കറിയാമല്ലോ, സോഷ്യൽ മീഡിയയുടെ മിസ്യൂസുകൾ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. അപ്പോൾ ബാക്കിയുള്ളവരെ ശല്യപ്പെടുത്താതിരിക്കുക എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിൽ നമ്മൾ ചെയ്യുന്ന കാര്യം. അപ്പോൾ നമ്മളൊരു ഫിസിക്കൽ സ്പേസിൽ നമ്മൾ എങ്ങനെയാണോ മറ്റൊരാളിൻ്റെ പ്രൈവസിയെയും മറ്റൊരാളിൻ്റെ ഡിഗ്നിറ്റിയെയും നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്നത്, അതേ രീതിയിൽ തന്നെ സോഷ്യൽ മീഡിയയും ഇപ്പോൾ ഉപയോഗിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം.